ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പം മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലത്തെ എല്ലാ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ചെറിയ ഹോസ്പിറ്റൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇക്കില്ലാത്ത ദിവസം ഉള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിപ്പോൾ രാവിലെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് രാവിലെയൊക്കെ വെച്ചു, കറിയും വെച്ചു, പിന്നെ അതുപോലെ തന്നെ അലക്കലും കുളികയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ കോഴിക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തേച്ചിരുന്നു, പിന്നെ കുറച്ച് നമ്മളും കഴിച്ചു കേട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ ബ്രദറും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ കഴിച്ചിട്ടും കുറച്ച് ഇത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ കോഴിക്കൊക്കെ ചോറ് കൊടുക്കുക, കളയണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം ഇതിൽ പൂവനാണെങ്കിൽ ഭയങ്കര കൊത്തുന്ന പൂവനാണ് കേട്ടോ. നമ്മൾ ആരടുത്ത് പോയാലും വേഗം വന്ന് കൊത്തും. അപ്പോൾ ഒരു വടിയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ രാവിലത്തെ റൂട്ടീൻസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണിയെടുത്തു. പിന്നെ മക്കൾ എണീക്കുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലേ പിന്നെ ഒരു എണീറ്റാൽ ചിലപ്പം കരച്ചിലും കൊണ്ട് ചിലപ്പം ഇടങ്ങേറാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചായ അടിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കിയതായിരുന്നു കേട്ടോ. ഇനിയിപ്പം എന്താണെന്നറിയില്ല, ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ റെഡി ആവുമായിരിക്കും കേട്ടോ. ഇന്നത്തേനും കാട്ടിയും ഇന്ന് കുറച്ചൊക്കെ മാറ്റമുണ്ട്. അങ്ങനെ പിന്നെ ഇക്കാനൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കോഴിക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ചായയൊക്കെ കുടിക്കണം. അപ്പം എൻ്റെ ബ്രദറും കൂടി എണീറ്റിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ചായ അടിക്കുക വിചാരിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അകത്തേക്ക് പോയി. അപ്പം എസ പിന്നെ എൻ്റെ ഒക്കത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം മിറ്റുമായിരുന്നു കേട്ടോ ഒക്കത്തുണ്ടായിരുന്നത്. പിന്നെ അടുക്കളയിലെത്തിയപ്പോൾ മാളെന്താക്കി കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. പിന്നെ എസ എൻ്റെ ഒക്കത്തേക്കും കയറി. അപ്പം കടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദർ എണീക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ഞാൻ കടി ഉണ്ടാക്കിയത്. പൂരിയായിരുന്നു. പിന്നെ ചായ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പൂരിയൊക്കെ ആകുമ്പം ചൂടോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ചൂടാറിയാൽ ചിലപ്പോൾ അതൊക്കെ കൂടി എന്താ പറയുക, പൊങ്ങിയതൊന്നും കാണൂല കേട്ടോ. പിന്നെ കറി ഞാൻ രാവിലെ എണീറ്റ പാടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ മീനുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അയിലക്കറിയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പം ഫ്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ഇനി ഇച്ചൂനെയും ഹെസനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആളിതാ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇച്ചൂന് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അലക്കലും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. പിന്നെ തലേ ദിവസത്തെ മഴേൻ്റെ ഇതാണോ എന്നറിയില്ല, ഒരുമാതിരി കാലാവസ്ഥയാണ് കേട്ടോ. വെയിലിറക്കിയാൽ പിന്നെ മഴക്കാറ് മൂട് അങ്ങനെയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. പിന്നെ നിലയൊക്കെ ഫുള്ള് ചളിവിളിയാണ് കേട്ടോ. കാരണം തലേ ദിവസം വൈകുന്നേരം ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ ഡ്രസ്സൊക്കെ പാറിപ്പോയിട്ടുണ്ടായിരുന്നു, ആറിട്ട ഡ്രസ്സൊക്കെ അത്രക്ക് എന്താ പറയുക, കുറച്ച് ഹെവി ആയിട്ടുള്ള മഴ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചൂനും മെതക്കും ഓരോ കഷ്ണം പൂരിയൊക്കെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ബൈറ്റ് കടിച്ചപാട് അവർ നിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ അവർക്ക് ഫുഡ് കൊടുത്തതായിരുന്നു. അപ്പം പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഏജൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത കണ്ടപ്പം ഇച്ചുവിന് പുതിയതായിട്ടുള്ള ഫുള്ളായിട്ട് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം ഒന്ന് വെയിലും കൊള്ളാലോ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ. 8 മണി, ഒരു 7:05 ആയപ്പം തന്നെ ഇച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൻ എണീറ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എസിയും എണീറ്റ് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ പിന്നെ ഈ ഒരു വെയിലൊക്കെ കൊള്ളുന്നത് കേട്ടോ. 8 മണി സമയമൊക്കെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ബ്രദർ എണീറ്റ് ബ്രദറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് ഇടാൻ നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കിന്ന് ജോലി ഉണ്ട് കേട്ടോ, ജോബിന് പോകണം. അപ്പോൾ ഹോസ്പിറ്റൽ പോയിട്ട് വേണം ആൾക്ക് PCക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചായയും ഇതൊക്കെ ഒഴിച്ചിട്ട് പിച്ചുവിന് കുറച്ച് ചായ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിരുന്നു. അപ്പോൾ ഇനിയും ഒഴിക്കണോ വിചാരിച്ച് നിൽക്കാണ്ടോ. കാരണം കൂടുതൽ ഒഴിച്ചാലും ഓൻ ചിലപ്പം കുറച്ച് കുടിച്ചിട്ട് ചിലപ്പം ബാക്കി കളയും കേട്ടോ. മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താക്കി ഇത്തിരി തന്നെ മതി വിചാരിച്ചു. പിന്നെ എന്താ ബ്രദർ ഫേസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ആളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിതാ ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഞാനും കൂടി അവൻ്റെ അടുത്ത് ഇരുന്ന് കഴിക്കാണ്ടോ. പിച്ചു അതിൻ്റെ അടുക്ക് ആൾക്ക് നമ്മൾ ഫുഡ് വെച്ചാൽ ടേബിളിൻ്റെ മുകളിൽ കയറണം കേട്ടോ. അപ്പോൾ ഈ പ്രായത്തിലെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും, ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഓൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഓൻ വെറുതെ അതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് TV കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ TV രാവിലെ തന്നെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
എണീറ്റ പാടെ തന്നെ ഓൺ ചെയ്തില്ല. നമ്മൾ കുറച്ച് നേരം പിന്നെ ബെഡിലൊക്കെ ഇരുന്ന് പിന്നെ നിൽക്കാനൊക്കെ വിളിച്ചു. ഡോക്ടറിനെ കണ്ടോന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ ടി വി ഒക്കെ തുറന്നത്. എന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ടി വി കണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അല്ലേ പിന്നെ മുറ്റത്ത് വെയിലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കും കേട്ടോ. അപ്പോൾ ആളെ പിടിച്ചിരുത്താനുള്ളൊരു വഴിയാണ് ടി വി കേട്ടോ. പിന്നെ എസ് എ ബേബി ഇതാ നമ്മളെ ട്രൈപ്പോഡൊക്കെ എടുത്ത് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ക്യാമറ ഇളകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓള് നിലത്തിയായിരുന്നു കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ നിലത്തിരുത്തിയതായിരുന്നു. അപ്പോൾ ആളും ഇച്ചുവിൻ്റെ ഒപ്പം കളിക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം എൻ്റെ ബ്രദർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഏക്കാക്ക് ഡ്രസ്സൊക്കെ വേണം. അപ്പോൾ തലേ ദിവസം കുറച്ച് ഡ്രസ്സ് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് കൊടുത്തേക്കാൻ വിചാരിച്ചു. കൊടുത്തേക്കെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എന്താക്കി ഇവിടെയുള്ള 2-3 ഡ്രസ്സും കൂടിയും കൊടുത്തേക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഇതാ 3 പൂരിയൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ബേസും കുപ്പിയും ഇതൊക്കെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസമാണെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഓൻ പോകാൻ നിൽക്കുകയാണ്. അപ്പം എല്ലാം കവറിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ വെക്കണം കേട്ടോ ബേസ്. അല്ലാണ്ട് കവറിൽ നിൽക്കില്ല. വലിയ ഷോപ്പറൊക്കെ ഉണ്ടെന്ന് പക്ഷേങ്കിൽ ഷോപ്പർ കാണുന്നില്ല കേട്ടോ. അപ്പം പിന്നെ എന്താക്കിയാൽ ചെറിയ ഷോപ്പറിൽ ഡ്രസ്സും പിന്നെ അവൻ ഫ്രണ്ടിൽ വെക്കുകയും ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രദർ എന്താക്കി അതൊക്കെ കൊണ്ടുപോയി. അപ്പം ഇനിയിപ്പം ഞാനും ഇച്ചും മെസ്സേജ് മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പം അവരെയും കൊണ്ട് അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ബ്രദർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ആ ഡ്രസ്സൊക്കെ കൊടുത്തു. പിന്നെ അത് അലക്കാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അലക്കിയിടണം കേട്ടോ. എന്നാലാണ് നമുക്കിനി അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊടുത്തേക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഹോസ്പിറ്റൽ വിശേഷം കഴിഞ്ഞു. ഇനിയിപ്പം വേറെ മറ്റൊരു ദിവസം കേട്ടോ രണ്ടാമത്തെ മൂത്തച്ചി അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്താനെ കാണാൻ പോയിട്ടുള്ള അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അധികം ലെങ്ത് ഇല്ലായിരുന്നു കേട്ടോ. കുറഞ്ഞ ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു വേറെ ഏതെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയത് കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക ഷോപ്പിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഡിസ്ചാർജ് ആവുന്ന തലേ ദിവസമാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അത്രയും ദിവസം ഇക്കാക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി അല്ല സെക്കൻഡ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ രാത്രി ആളെത്തുമ്പോൾ 9:45 ആവും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പോയി കാണൽ നടക്കൂല. അപ്പം ഇന്നിപ്പം ഫസ്റ്റ് ഡ്യൂട്ടി എടുത്തതുകൊണ്ട് തന്നെ ആൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടോ ഹോസ്പിറ്റൽ പോകേണ്ടതുകൊണ്ട്. അപ്പം ഇത്രയും ദിവസമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മയും വീട്ടിലില്ലേന്നു കേട്ടോ. ഉമ്മ ഹോസ്പിറ്റലിൽ താത്താൻ്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മക്കളെയും കൊണ്ട് 2 പേരെയും കൊണ്ട് എനിക്ക് പോകാമെന്ന് പറയുന്നത് കുറച്ചൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എന്തായാലും വേണം. അപ്പോൾ ആള് ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പോയ സമയത്ത് വിംസിൽ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. എൻട്രൻസിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ ഇതും അതുപോലെ തന്നെ എഴുത്തും നമ്മുടെ ഹോസ്പിറ്റൽ നെയിമും കാര്യങ്ങളൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. പണ്ടത്തെ നെയിം തന്നെയാണ് പക്ഷെങ്കിൽ പുതിയ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് സെലിക്കാക്കും സെയിം സമയത്ത് താത്താക്കുള്ള രാത്രിക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ നിൽക്കണം. അപ്പോൾ ഇച്ചു ഇന്ന് ഫുള്ളും ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ആൾക്ക് കൂളിംഗ് ഗ്ലാസ് കയ്യിൽ വേണം കേട്ടോ. എപ്പാടി പോവുകയാണെങ്കിലും അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലൊക്കെ ഇപ്പോൾ അത് വേണം കയ്യിൽ കേട്ടോ. അങ്ങനെ പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടീഷർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഇനി ഞങ്ങൾ നടക്കാൻ കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങൾ വഴി ഫുള്ളും തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യം ഞങ്ങൾ 2 പോയി. പിന്നെ അവിടുന്ന് 3 പറഞ്ഞിക്കൊക്കെ പിന്നെ 3 പോയി. ആദ്യം 3 തോന്നുന്നു കേട്ടോ പോയത്. പിന്നെ 2 അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 7 ആയിട്ടുണ്ട്. ആൾ ഷോപ്പിൽ നിന്ന് എത്തിയോണ്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ 7 മണി വരെയാണ് ശരിക്കും വിസിറ്റിങ്. അപ്പോൾ ഇതെന്താണെന്നറിയില്ല. അവിടുത്തെ സെക്യൂരിറ്റി നല്ലതായതുകൊണ്ട് 8 മണി വരെ ടൈം ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാൻ പറ്റി. അപ്പോൾ എത്തിയപ്പോൾ തന്നെ റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് കാക്കാൻ്റെ ഒപ്പം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ താത്താൻ്റെ അടുത്ത് ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ചെറിയ വീഡിയോ എടുത്തിട്ടായിരുന്നു കേട്ടോ അത്. അപ്പം പിന്നെന്താക്കി പിന്നെ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് എടുത്തത് കേട്ടോ. പിന്നെ കുറേ നേരം സംസാരിച്ചു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ ആ ചേച്ചിനോടും കുറച്ച് നേരം സംസാരിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം കാക്കിയൊക്കെ മുകളിലേക്കും പോയി ഞങ്ങൾ പിന്നെ താഴേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇക്കാനോ പറയായിരുന്നു എന്തെങ്കിലും നമുക്ക് ചായ ഏറ്റവും കുടിച്ചാലൊന്നും കേട്ടോ. കാരണം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. എല്ലാവരും പിന്നെ നമ്മൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും കഴിക്കൽ നിർബന്ധമാണല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ കേട്ടോ. പക്ഷേ ഇക്കാക്ക്
എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. പക്ഷേ എങ്കിൽ എനിക്ക് ഹെവി ആയി കഴിക്കണ്ട, കാരണം വീട്ടിൽ ചോറും ഉണ്ട്, അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ, പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഷോപ്പ് കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ എന്താക്കി ഷവർമയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഷവർമയും പിന്നെ നമ്മൾ കുറേ ആയിട്ടോ ഷവർമ കഴിച്ചിട്ട്, കുറേ ഞാൻ വീട്ടിലുള്ളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മാസങ്ങൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു, 3-4 മാസമൊക്കെ ആയിട്ടോ. അപ്പം പിന്നെ ഷവർമ ഓർഡർ ചെയ്താൽ വിചാരിച്ചു. പിന്നെ ഷോപ്പിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും, ഞാൻ പിന്നെ കഴിക്കലേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി അത് ഓർഡർ ചെയ്തു. പിന്നെ ചായ കിട്ടും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിച്ചൂര് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഓന് ഏതോ ഓറിയോ ബിസ്ക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അങ്ങനെ പിന്നെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ ചക്കപ്പൊരി ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊതിയായിട്ട് ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്താക്കി ബിസ്ക്കറ്റ് അപ്പം തന്നെ കൊടുക്കണം. അപ്പോൾ ഇച്ചു മെസ്സിയും കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഇച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ചക്കപ്പൊരി കഴിക്കാൻ നിൽക്കാണ്. കാരണം ഇച്ചു ആ കവർ കണ്ടപ്പോൾ മുതൽ ആൾക്ക് പൊട്ടിച്ചു കൊടുക്കണം, ആൾക്ക് കഴിക്കാൻ വേണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ എനിക്ക് വേഗം തന്നെ അത് പൊട്ടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കാന്ന് കേട്ടോ. പിന്നെ എനിക്കും കഴിക്കാൻ നല്ല പുതിന്, കാരണം എനിക്ക് ചക്ക മാങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീട്ടിൽ പോകുന്നത് തന്നെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇച്ചുവിന് എന്താക്കി ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഓനിക്ക് ഇടുന്ന സമയത്ത് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ. എല്ലാവരും ചക്കയും മാങ്ങയും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ നമുക്ക് നല്ലോണം കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം ശരിക്കും മാങ്ങേൻ്റെയും ചക്കേൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ പരമാവധി ചക്ക ഉള്ള ആൾക്കാരെന്താക്കുക ചക്കയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ആകുമ്പോൾ നാശമാവില്ല കേട്ടോ. ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയൊക്കെ വെക്കാം. അതുമല്ല പിന്നെ മാങ്ങയൊക്കെ ആണെങ്കിലും അച്ചാറിട്ടാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ അത് അയച്ചുവിന് വേഗം കൊടുത്തു. പിന്നെ അത് ഇച്ചു കുറച്ച് നേരം സൈക്കിളിലൊക്കെ കളിച്ചു. പിന്നെ എനിക്ക് വിശപ്പ് മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി ബാക്കിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ട് ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ കേട്ടോ. അപ്പം ഏട്ടൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആളിന്ന് മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ എന്താക്കി അതിൻ്റെ ഇടയ്ക്ക് മോന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചക്ക പൊരിച്ചതും അതുപോലെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.